Good morning dear students, welcome to another class of chemistry. So in the last class we started a new chapter, that is states of matter, and we discussed about the different intermolecular forces and van der Waals forces, right? And also we discussed some gas laws, related problems, graph, etc. Okay, so today we are going to discuss the ideal gas equation. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ തുടങ്ങിയ ഡിഫറെൻറ്റ് ഗ്യാസ് ലോസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവിടെ നിന്നും നമ്മൾ എത്തിച്ചേരുന്ന ആ ഗ്യാസ് ലോസിൻ്റെ ഒക്കെ ബേസിസിൽ നമ്മൾ എത്തിച്ചേരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇക്വേഷനാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, സോ നമുക്ക് ആ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ആദ്യം ഓരോ ഗ്യാസ് ലോ വീതം എഴുതാം. ബോയിൽസ് ലോ എന്തായിരുന്നു? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അതായിരുന്നു എന്ത്? ബോയിൽസ് ലോ എന്ന് പറയുന്നത്. ദെൻ ചാൾസ് ലോ എന്തായിരുന്നു? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് V പ്രൊപ്പോർഷണൽ ടു T, right? Then what about Avogadro's law? Yes, at a constant temperature and pressure, volume of a gas is directly proportional to number of moles, that is V proportional to N. So we can combine these equations. നമുക്ക് ഈ മൂന്ന് ഇക്വേഷനെയും കൂടി കമ്പൈൻ ചെയ്യാം, ബിക്കോസ് ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ കമ്പൈൻ ചെയ്ത് എങ്ങനെ എഴുതാം? V proportional to 1/P into T into N, ഇങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റന്റിനെ കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് V is equal to, ഇവിടെ നമ്മൾ കൊടുക്കുന്ന കോൺസ്റ്റന്റ് ക്യാപിറ്റൽ R ആണ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ R ഇൻറ്റു 1/P ഇൻറ്റു T ഇൻറ്റു N. ഓക്കെ, ഇനി നമ്മൾ ഈ P ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇപ്പുറത്ത് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യാം, ദാറ്റ് ഈസ് PV is equal to R ഇൻറ്റു T ഇൻറ്റു N. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് NRT, ദാറ്റ് ഈസ് PV is equal to NRT എന്ന് കിട്ടി. എളുപ്പമല്ലേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷന്റെ ഡെറിവേഷൻ? സിമ്പിൾ അല്ലേ? ആകെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 3 ഗ്യാസ് ലോ ആണ്. അതിനെ കമ്പൈൻ ചെയ്ത് എഴുതുക, കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ R കൊടുക്കുക. ഇനി നമുക്ക് ഓരോ ടേം എന്താണെന്ന് നോക്കാം. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റിന് നമ്മളോട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതാൻ ചോദിച്ചാൽ ജസ്റ്റ് PV is equal to NRT എന്ന് കൊടുത്താൽ മതി. പക്ഷെ ഓരോ ടേമും എക്സ്പ്ലെയിൻ ചെയ്യണം. P is the pressure, V is the volume, N is the number of moles, T is the temperature, and R is a constant which is known as universal gas constant. R എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. മനസ്സിലായല്ലോ? സോ ഇതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഈ 3 ഗ്യാസ് ഇക്വേഷനും കൂടി ചേർന്ന് വരുന്നതാണ് ഐഡിയൽ ഗ്യാസ്. അതായത് ബോയിൽസ് ലോയും ചാൾസ് ലോയും അവഗാഡ്രോസ് ലോയും, ഈ 3 ലോയും ഒബേ ചെയ്യുന്ന ഗ്യാസിനെ, എല്ലാ കണ്ടീഷനിലും ഈ 3 ലോയും ഒബേ ചെയ്യുന്ന ഗ്യാസിനെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. സോ PV is equal to NRT is the ideal gas ഇക്വേഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന് ഒരു വാല്യൂ ഉണ്ട്, അതാണ് 8.314 ജൂൾ കെൽവിൻ റൈസ് ടു -1 മോൾ റൈസ് ടു -1. ഈ വാല്യൂ നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്യണം, ബിക്കോസ് നമുക്കത് പ്രോബ്ലത്തിന് ആവശ്യമുണ്ട്. ഓക്കെ, ക്ലിയർ ആയാലും? ഇത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. ഓക്കെ, so this is the ideal gas equation, and ideal gas equation is a relation between 4 variables and describe the state of any gas, therefore it is also called equation of state. അപ്പോൾ 4 വേരിയബിൾ തമ്മിലുള്ള ഒരു റിലേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, ഏത് ഗ്യാസിൻ്റെയും സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നും നമുക്ക് ആരെ വിളിക്കാം? ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ വിളിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഇക്വേഷൻ കൊണ്ടുവരാം ഐഡിയൽ ഗ്യാസിന്റെ. ഇഫ് ടെമ്പറേച്ചർ, വോളിയം ആൻഡ് പ്രഷർ ഓഫ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് വേരി ഫ്രം T1, V1 ആൻഡ് P1 ടു T2, V2 ആൻഡ് P2, നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഒരു ഗ്യാസിന്റെ വോളിയം V1, ടെമ്പറേച്ചർ T1, പ്രഷർ P1, അത് ചേഞ്ച് ചെയ്ത് T2, V2, P2ലേക്ക് മാറിയാൽ നമുക്കത് കമ്പൈൻ ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് P1 V1 by T1 is equal to P2 V2 by T2.
This equation is known as combined gas equation. മനസ്സിലായോ? എല്ലാത്തിനെയും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നതായതുകൊണ്ട് ഈ ഇക്വേഷനെ നമ്മൾ എന്ത് വിളിക്കും? കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. ഇതാണ് ഐഡിയൽ ഗ്യാസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ പ്രോബ്ലം ഒരെണ്ണം ചെയ്ത് നോക്കാം, അപ്പൊ മനസ്സിലാവും. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ ഇവിടെ ഒരു പ്രോബ്ലം. At 25 degrees Celsius and 760 mm of Hg pressure, a gas occupies 600 millivolume. What will be its pressure at a height where temperature is 10 degrees Celsius and volume of the gas is 640 milli? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളായിട്ട് എടുത്ത് എഴുതാം. ആദ്യം 25 degrees Celsius temperature T1 which is equal to 25 degrees Celsius. We have to convert degree Celsius into Kelvin. അപ്പോൾ എന്ത് ചെയ്യണം? 25 plus 273. ശരിയല്ലേ പറഞ്ഞത്? 273 ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 5 plus 3 8, then 7 plus 2 9, that is 298 Kelvin, right? Yes. പിന്നെ എന്താണ് തന്നേക്കുന്നത്? A pressure of a gas occupies 600 millivolume, that is V1 is equal to 600 ml എന്ന് തന്നിട്ടുണ്ട് ആണല്ലോ. Then what will be its pressure at a height where temperature is 10 degrees Celsius? അപ്പോൾ വീണ്ടും അടുത്തത് T2 10 degrees Celsius, that is 10 plus 273. ശരിയല്ലേ? Yes, which is equal to, that is 382, that is 283 Kelvin. Then volume of the gas is 640 ml, that is V2 is equal to 640 ml. ഇത്രയും തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കാണുന്നത്? Yes, the pressure of a gas occupies 760 mm Hg pressure. ഒരെണ്ണം എഴുതിയില്ല, P1 എഴുതാനുണ്ട്. P1 is equal to 760 mm Hg പ്രഷറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P2 ആണ്. ശരിയല്ലേ? അപ്പൊ നമ്മുടെ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷനിലേക്ക് വരാം. എന്താണ്? യെസ്, ദാറ്റ് ഈസ് V1 P അല്ലെങ്കിൽ P1 V1 എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. P1 V1 by T1 is equal to P2 V2 by T2 എന്നാണ് ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് P1 is 760 into V1 is 600 divided by T1 is 298 which is equal to P2 അറിയില്ല, P2 is into V2 എന്ന് പറയുന്നത് 640 divided by T2 എന്ന് പറയുന്നത് 283 അല്ലേ? ഇവിടുന്ന് നമുക്ക് P2ന്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? P2നെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എന്താണ്? യെസ്, P1 V1 അവിടെ തന്നെ, ദാറ്റ് ഈസ് 760 into 600 അല്ലേ? ദെൻ T2 മുകളിലേക്ക് വരും, ദാറ്റ് ഈസ് 283. ദെൻ താഴെ ഇവിടെ ഓൾറെഡി ഉള്ളത് 298, അങ്ങോട്ടേക്ക് V2 വരും, ദാറ്റ് ഈസ് 640. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ആരെ കിട്ടും? രണ്ടാമത്തെ പ്രഷർ P2 കിട്ടും. മനസ്സിലായല്ലോ? ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ പ്രോബ്ലം ചോദിച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, അത്ര ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോ ആണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. സോ ഇറ്റ് വാസ് സ്റ്റേറ്റഡ് ബൈ ജോൺ ഡാൾട്ടൺ ഇൻ 1801. It states that the total pressure exerted by the mixture of non-reactive gases is equal to the sum of partial pressures of individual gases. അതായത് ഡാൾട്ടൺസ് ലോ പറയുന്നത്, ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതായിരിക്കും നല്ലത്. അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബീക്കറിനകത്തിൽ ഒരു മിക്സ്ചർ ഓഫ് മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരു ബീക്കർ എടുക്കുക, അതിനകത്തിൽ കുറച്ച് ഗ്യാസസ് ഉണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന ഗ്യാസ്, ബി എന്ന് പറയുന്ന ഗ്യാസ്, സി എന്ന് പറയുന്ന ഗ്യാസ്, ഇങ്ങനൊരു 3 ടൈപ്പ് ഗ്യാസ് ഉണ്ട്. ഈ ഗ്യാസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ആർ നോൺ റിയാക്റ്റീവ്, പരസ്പരം റിയാക്ട് ചെയ്യാത്ത ഒരു 3 ടൈപ്പ് ഓഫ് ഗ്യാസസ് അടങ്ങിയ ഒരു മിക്സ്ചറാണ് നമ്മൾ ഈ ബീക്കറിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ അക്കോർഡിംഗ് ടു ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അദ്ദേഹം പറയുന്നത് ഈ ഓരോ ഗ്യാസും എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഉണ്ടല്ലോ, ഓരോരുത്തരുടെയും പ്രഷറിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ മോളിക്യൂളും എക്സേർട്ട് ചെയ്യുന്ന അവരുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്, ആ പാർഷ്യൽ പ്രഷറിന്റെ സമ്മാണ് ഇതിന്റെ ടോട്ടൽ പ്രഷർ ഓഫ് ദിസ് മിക്സ്ചർ എന്നാണ് ആര് പറയുന്നത്? ഡാൾട്ടന്റെ ലോ പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഓരോ മോളിക്യൂൾ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കൺസിഡർ ചെയ്യാം. എ എന്ന ഗ്യാസ് മോളിക്യൂൾ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ, പാർഷ്യൽ പ്രഷറിനെ നമ്മൾ പി എ എന്ന് പറയും.
ബി എക്സേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ പി ബി എന്ന് പറയും, സി എക്സേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ പി സി എന്ന് വിളിക്കും. അപ്പോൾ ടോട്ടൽ പ്രഷർ ഓഫ് ദി മിക്സ്ചർ അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ മിക്സ്ചർ എന്ന് പറയുന്നത് ഈ ഓരോ ഗ്യാസ് മോളിക്യൂളിൻ്റെയും പാർഷ്യൽ പ്രഷറിൻ്റെ ഒരു ആകെ സം ആണെന്നാണ് ഡാൽട്ടൺസ് ലോ പറയുന്നത്. അതായത് പി എ പ്ലസ് പി ബി പ്ലസ് പി സി ആണ് ഏത് പി ടോട്ടൽ എന്ന് പറയുന്നത്. പി ടോട്ടൽ ഇസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി പ്ലസ് പി സി. ഇതിപ്പോൾ ഇതിൽ കൂടുതലുണ്ടെങ്കിൽ പ്ലസ് എക്സെട്ര എന്നിട്ടാൽ മതി. മനസ്സിലായോ? സോ ഡാൽട്ടൺസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ മിക്സ്ചർ ഇസ് ദ സം ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസ് റെസ്പെക്റ്റീവ്ലി. മനസ്സിലായല്ലോ? അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് പി ടോട്ടൽ ഇസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി പ്ലസ് പി സി എന്ന് കൊടുത്തത്. ഇവിടെ ടെമ്പറേച്ചറും വോളിയവും കോൺസ്റ്റന്റ് ആണ്. പി എ പി ബി പി സി എന്ന് പറയുന്നത് ഓരോ ഗ്യാസിൻ്റെയും ഇൻഡിവിജ്വൽ പാർഷ്യൽ പ്രഷേഴ്സ് ആണ്. ഡാൽട്ടൺസ് ലോ സിമ്പിൾ ആണല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർഷ്യൽ പ്രഷർ ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ. നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിനകത്തിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ മോൾ ഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? സോ ഇവിടെ നമ്മളിപ്പോൾ പാർഷ്യൽ പ്രഷർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ പാർഷ്യൽ പ്രഷറിനെ എങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ്റെ ടേംസിൽ പറയുന്നത് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് 3 gases at the temperature T be enclosed in the volume V exert partial pressure P1, P2 and P3 respectively. അപ്പോൾ നമ്മളൊരു 3 ഗ്യാസിനെ കൺസിഡർ ചെയ്യുകയാണ്. ടെമ്പറേച്ചർ ടി, അവരെ നമ്മൾ വോളിയം വിയിൽ എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആദ്യത്തെ ഗ്യാസിൻ്റെ പ്രഷർ P1, ദെൻ P2 ആൻഡ് മൂന്നാമത്തേത് P3. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുത്തു. ദെൻ നമ്മൾ ഇനി പാർഷ്യൽ പ്രഷറും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയാം, പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. ശരിയല്ലേ? അത് നമ്മൾ ഓരോ ഗ്യാസിൻ്റെ P1, P2, P3 ഓരോ ഗ്യാസിൻ്റെയും ടേംസിൽ എഴുതാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് നോക്കണം. അപ്പോൾ ഫസ്റ്റ് ഗ്യാസിൻ്റെ ദാറ്റ് ഈസ് P1, പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്നുള്ള ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. പി ഇസ് ഈക്വൽ ടു എൻ ആർ ടി ബൈ വി എന്ന് എഴുതുന്നത് കൊണ്ട് തെറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇത് എഴുതുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, N1. ഫസ്റ്റ് ഗ്യാസിൻ്റെ ആയതുകൊണ്ടാണ് N1 എന്ന് കൊടുക്കുന്നത്. വി കോൺസ്റ്റൻ്റ് ആണ്, സോറി N1 R കോൺസ്റ്റൻ്റ് ആണ്, ടി കോൺസ്റ്റൻ്റ് ആണ്. മനസ്സിലായോ പറഞ്ഞത്? ഡിവൈഡഡ് ബൈ വിയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഗ്യാസിൻ്റെ അതാണ് P1 ഇസ് ഈക്വൽ ടു N1 RT ബൈ വി എന്ന് കൊടുത്തത്. ഇനി ഇതുപോലെ സെക്കൻഡ് ഗ്യാസ് P2 is equal to N2 RT by V എഴുതാലോ. ദെൻ തേർഡ് ഗ്യാസ് P3 is equal to N3 RT by V എഴുതാവല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഡാൽട്ടൺസ് ലോയിൽ എന്താ പഠിച്ചത്? യെസ്, പി ടോട്ടൽ ഇസ് ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് P3 അല്ലെങ്കിൽ പി എ പ്ലസ് പി ബി പ്ലസ് പി സി, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യാമല്ലോ. ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? N1 RT ബൈ വി പ്ലസ് N2 RT ബൈ വി പ്ലസ് N3 RT ബൈ വി എന്ന് വരും. ശരിയല്ലേ പറഞ്ഞത്? ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേംസ് ഏതാണ്? RT ബൈ വി ആണ് ഈ 3 കേസിലും കോൺസ്റ്റൻ്റ് ആയത്. അപ്പോൾ അതിനെ നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങ് എടുത്തു. ബാക്കി അതിനകത്തിൽ എന്തുണ്ട്? N1 പ്ലസ് N2 പ്ലസ് N3. ശരിയല്ലേ? ഇങ്ങനെ കിട്ടിയല്ലോ. RT ബൈ വി ഇൻറ്റു N1 പ്ലസ് N2 പ്ലസ് N3 എന്ന് കിട്ടി. അതാണ് ഇവിടെ ഇത്രയും ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടോ? N1 പ്ലസ് N2 പ്ലസ് N3 സിക്കൽ ഇൻറ്റു RT ബൈ വി എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് പി ടോട്ടൽ കിട്ടിയത്? പി ടോട്ടൽ ഇസ് ഈക്വൽ ടു N1 പ്ലസ് N2 പ്ലസ് N3 ഇൻറ്റു RT ബൈ വി എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഡിവൈഡിങ് P1 ബൈ പി ടോട്ടൽ. P1 നമ്മൾ പി ടോട്ടലിനെ P1 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് P1 ബൈ പി ടോട്ടൽ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ P1 എന്ന് പറഞ്ഞാൽ എന്താണ്? P1 ഇസ് ഈക്വൽ ടു N1 RT ബൈ വി ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് N1 RT ബൈ വി ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 പ്ലസ് N3 ഇൻറ്റു RT ബൈ വി. ഇത് റെസിപ്രോക്കൽ ഇട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? N1 RT ബൈ വി അല്ലേ, ഇൻറ്റു, അതായത് ഇത് തിരിച്ചു പോകും അല്ലേ, ദാറ്റ് ഈസ് ഇൻറ്റു 1 ബൈ N1 പ്ലസ് N2 പ്ലസ് N3 ഇൻറ്റു RT ബൈ വി എന്ന് വരും റെസിപ്രോക്കൽ ഇട്ടപ്പോൾ. അപ്പം നോക്കിക്കേ, ഇവിടുത്തെ RT ബൈ വി എന്ന ടേമും ഇവിടുത്തെ RT ബൈ വി എന്ന ടേമും അങ്ങ്
ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് കിട്ടുന്നത് എന്താണ്? n1/n1 പ്ലസ് n2 പ്ലസ് n3 എന്ന് കിട്ടും. ഏത്? P1/P total എന്നുള്ളത് ഇങ്ങനെ കിട്ടും. P1/P total is equal to n1/n1 plus n2 plus n3 എന്ന് കിട്ടി. മനസ്സിലായി? ഇനി നമ്മൾ ഈ n1 plus n2 plus n3യെ ജനറലി n എന്നങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇക്വേഷനെ എങ്ങനെ മാറ്റി എഴുതാം? P1/P total is equal to n1/n എന്ന് കിട്ടി. മനസ്സിലായി? P1/P total is equal to n1/ എന്താണ്? n എന്ന് നമ്മൾ എഴുതുകയാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇത്രയും ക്ലിയർ ആയി. ഓക്കെ, ഈ n1 അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ജനറൽ ആയിട്ട് കൊടുത്താൽ എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. n1 പ്ലസ് n2 പ്ലസ് n3 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ജനറലി n എന്ന് കൊടുക്കാം. എങ്ങനെ കൊടുത്താലും n1/n1 പ്ലസ് n2 പ്ലസ് n3 എന്ന് പറഞ്ഞത് x1 അല്ലേ? നമ്മൾ മോൾ ഫ്രാക്ഷൻ എന്താ പറഞ്ഞത്? മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഫസ്റ്റ് കമ്പോണന്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഫസ്റ്റ് കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ശരിയല്ലേ? അപ്പോൾ ഈ n1/n പകരം x1 കൊടുക്കാമല്ലോ, അല്ലെ കൈ1 എന്ന് കൊടുക്കാമല്ലോ മോൾ ഫ്രാക്ഷൻ. യെസ്, അപ്പോൾ നമുക്ക് ഇതിന് പകരം എന്ത് കൊടുക്കാം? കൈ1. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ എന്താണ്? P1/P total is equal to കൈ1 എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഇവിടെ നിന്നും P1ന്റെ വാല്യൂ എങ്ങനെ എഴുതാം? P1 is equal to കൈ1 into P total എന്ന് എഴുതാമല്ലോ. P1 is equal to കൈ1 into P total എന്ന് എഴുതാമല്ലോ. So this is the relation between partial pressure and mole fraction, അല്ലെങ്കിൽ partial pressure in terms of mole fraction. നോക്കിക്കേ, അപ്പോൾ ഫസ്റ്റ് ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇൻറ്റു പി ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു പ്രഷറിൻ്റെ ഒരു ടോട്ടൽ പ്രഷർ, ഒരു മിക്സ്ചറിൻ്റെ ടോട്ടൽ പ്രഷറും അതിൻ്റെ പാർഷ്യൽ പ്രഷറും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷനും ടോട്ടൽ പ്രഷറും അറിയാമെങ്കിൽ ഓരോ ഗ്യാസിൻ്റെയും ഇൻഡിവിജ്വൽ പ്രഷർ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതുപോലെ നമുക്ക് P2ൻ്റെയും P3യുടെയും ഒക്കെ എഴുതാമല്ലോ. അപ്പോൾ P1 is equal to x1 into P total ആണെങ്കിൽ P2 is equal to x2 into P total ആയിരിക്കും. ശരിയല്ലേ? അതുപോലെ P3 is equal to x3 into P total ആയിരിക്കും. മനസ്സിലായി പറഞ്ഞത്? സോ ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പാർഷ്യൽ പ്രഷർ ആൻഡ് മോൾ ഫ്രാക്ഷൻ. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതുമായി റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, എ നിയോൺ ഡയോക്സിജൻ മിക്സ്ചർ കണ്ടെയ്ൻ 70.6 gram ഡയോക്സിജൻ ആൻഡ് 167.5 gram നിയോൺ. അപ്പോൾ ഒരു നിയോൺ ഡയോക്സിജൻ മിക്സ്ചറാണ്. അതിനകത്തിൽ രണ്ട് കമ്പോണൻസ്, നിയോണും ഡയോക്സിജനും. അതിൽ ഓക്സിജൻ്റെ മാസ് 70.6 gram, നിയോണിൻ്റെ മാസ് 167.5 gram. അപ്പോൾ തന്നിട്ടുള്ള കാര്യം എഴുതാം. നമുക്ക് ഓക്സിജൻ്റെ മാസിനെ M1 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ M1 എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് 7.6 gram. അതുപോലെ M2 തന്നേക്കുന്നത് നിയോണിൻ്റെ മാസ് 167.57 gram. ദെൻ ഇഫ് പ്രഷർ ഓഫ് ദി മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഇൻ ദ സിലിണ്ടർ, ആ സിലിണ്ടറിനകത്തിൽ ഈ രണ്ട് ഗ്യാസിൻ്റെയും കൂടി പ്രഷർ, അതായത് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് 25 bar ആണ്. ദാറ്റ് ഈസ് എന്താണ്? P total is equal to 25 bar എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ഡയോക്സിജൻ ആൻഡ് നിയോൺ ഇൻ ദി മിക്സ്ചർ? അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P1ഉം P2ഉമാണ്. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും അതേപോലെ പാർഷ്യൽ പ്രഷർ ഓഫ് നിയോണുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ട കുറച്ച് ഇക്വേഷൻസ് ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാണെങ്കിൽ എപ്പോഴും ഒരു പ്രോബ്ലം അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതിയിട്ട് ആ ക്വസ്റ്റ്യനെ അല്ലെങ്കിൽ ആ പ്രോബ്ലം ചെയ്യാൻ എന്തൊക്കെ ഇക്വേഷൻസ് ആണ് ആവശ്യം എന്നുള്ളത് ഇതുപോലൊന്ന് സൈഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ എഴുതിയാൽ മതി. അത് കുറച്ചും കൂടി സിമ്പിളാവും. നോക്കാം. സോ നമുക്ക് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാൻ P1 is equal to x1 into P total അല്ലേ? അതേപോലെ P2 is equal to x2 അല്ലെങ്കിൽ K2 into P total. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം നമുക്ക് ആദ്യം ഡയോക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ ഡയോക്സിജൻ്റെ മോൾ ഫ്രാക്ഷനും വേണം, പി ടോട്ടൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ബോത്ത് ഓക്സിജൻ ആൻഡ് നിയോൺ. അപ്പോൾ ഇനി മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണെന്ന് നോക്കണം. ദാറ്റ് ഈസ് മോൾ ഫ്രാക്ഷൻ നമുക്കറിയാം x1 is equal to അല്ലെങ്കിൽ K1 is equal to n1/n1 plus n2, അതേപോലെ K2 is equal to n2/n1 plus n2. ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ n1 ഉണ്ടോ നമ്മുടെ കയ്യിൽ? നമ്പർ ഓഫ് മോൾസ്
ഇല്ല. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ്? മാസ് ബൈ മോളാർ മാസ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ബൈ മോളാർ മാസ്. അപ്പോൾ N1 നമ്പർ ഓഫ് മോൾസ് ഇപ്പം നമുക്ക് ആദ്യത്തേത് N1 എന്ന് കൊടുക്കാം. N1 ഇസ് ഈക്വൽ ടു M1 ബൈ ക്യാപിറ്റൽ M, ദാറ്റ് ഈസ് മാസ് ബൈ മോളാർ മാസ്. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ മാസ് തന്നിട്ടുണ്ട്, മോളാർ മാസ് നമുക്കറിയാം. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓക്സിജൻ്റെ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു മാസ് എത്രയാണ് ഓക്സിജൻ്റെ വന്നേക്കുന്നത്? 70.6 ഗ്രാം. ഡൈ ഓക്സിജൻ ആണ്, അതുകൊണ്ട് മോളിക്കുലാർ മാസ് അല്ലെ മോളാർ മാസ് എന്ന് പറയുന്നത് 32 ആണെന്നറിയാം. ഇത് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്നത് 2.21 മോൾ എന്ന് കിട്ടും. 2.21 മോൾ ഫസ്റ്റ്. അപ്പം ഓക്സിജൻ്റെ മോളാർ മാസ് നമ്പർ ഓഫ് മോൾസ് കിട്ടി. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഇതുപോലെ ആരുടെ? നിയോണിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാം. സെയിം M2 ബൈ ക്യാപിറ്റൽ M, വിച്ച് ഈസ് ഈക്വൽ ടു നിയോണിൻ്റെ മാസ് തന്നിരിക്കുന്നത് 167.5 ഡിവൈഡഡ് ബൈ നിയോണിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 20 ആണ് കേട്ടോ. 20 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 8.375 മോൾ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്പർ ഓഫ് മോൾസ് രണ്ടുപേരുടെയും കണ്ടുപിടിച്ചു. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചാൽ നമുക്കിനി ആരെ കിട്ടും? യെസ്, മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. സോ നമ്മൾ രണ്ടുപേരുടെയും എന്ത് കണ്ടുപിടിച്ചു? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? യെസ്, മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് വൺ ഓക്സിജൻ്റെ Chi1 ഇസ് ഈക്വൽ ടു N1 ബൈ N1 പ്ലസ് N2 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു N1 നമുക്ക് എത്രയാണ് കിട്ടിയത്? N1 എത്രയാണ് കിട്ടിയത്? യെസ്, ദാറ്റ് ഈസ് 2.21 കിട്ടി അല്ലേ. യെസ്, 2.21 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. 2.21 പ്ലസ് അടുത്ത വാല്യൂ 8.375, ദാറ്റ് ഈസ് 8.375, that is 5, 8, 5 and 10, that is 10.585. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 0.21 എന്നൊരു വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇതുപോലെ നമുക്ക് നിയോണിൻ്റെ മോൾ ഫ്രാക്ഷനും കാണാം. ദാറ്റ് ഈസ് Chi2 is equal to N2 by N1 plus N2, which is equal to N2 എത്രയാണ് കിട്ടിയത്? 8.375 divided by 10.585, which is equal to 0.79 കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം നമ്മുടെ കയ്യിൽ എന്ത് കിട്ടി? Chi1 കിട്ടി, Chi2 കിട്ടി. ഇനി നമുക്ക് എന്ത് വരാം? തിരിച്ച് നമ്മുടെ ഇക്വേഷനിലേക്ക് വരാം. എന്താ? P1 P2 കണ്ടുപിടിക്കാനുള്ള രണ്ട് ടേംസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ആ ഇക്വേഷനിലേക്ക് പോകാം. ദാറ്റ് ഈസ് P1 അല്ലേ. ദാറ്റ് ഈസ് P1 is equal to Chi1 into P total, which is equal to Chi1 എത്രയാണ് കിട്ടിയത്? 0.21 കിട്ടി ഇൻറ്റു P total നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് P total? 25 തന്നിട്ടുണ്ട് അല്ലേ. യെസ്, സോ ഇൻറ്റു 25 കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ P2 is equal to Chi2 into P total, ദാറ്റ് ഈസ് Chi2 എന്ന് പറയുന്നത് 0.79 ഇൻറ്റു P total 25. ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ. അപ്പോൾ ഈ രീതിയിലാണ് ഈ പ്രോബ്ലം ചോദിക്കുന്നത്. മോൾ ഫ്രാക്ഷൻ വെച്ചിട്ട് പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ ആയല്ലോ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു തിയറിയാണ്, വിച്ച് ഈസ് നോൺ ആസ് കൈനറ്റിക് മോളിക്കുലാർ തിയറി. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ കുറച്ച് പോസ്റ്റുലേറ്റ്സ് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ കൈനറ്റിക് മോളിക്കുലാർ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ്: എവറി ഗ്യാസ് കണ്ടെയ്ൻസ് എ ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് ഡിസ്ക്രീറ്റ് ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ് കോൾഡ് ഗ്യാസ് മോളിക്യൂൾസ്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന തിയറിയാണ്. അതായത് എല്ലാ ഗ്യാസിനകത്തിലും എന്താണ്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളതും ഇലാസ്റ്റിക് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ചെറിയ പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട്. അത് തന്നെ ഒരുപാട് അടങ്ങിയതാണ് ഒരു ഗ്യാസ് എന്ന് പറയുന്നത്. ആ കുഞ്ഞ് പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഈസ് ദ വോളിയം ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിളി സ്മോൾ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഒക്കുപ്പൈഡ് ബൈ ദി ഗ്യാസ്. അതായത് ഒരു ടോട്ടൽ ഗ്യാസ് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയവും അതിലെ ഒരു പർട്ടിക്കുലർ ഗ്യാസ് മോളിക്യൂൾ ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയവും കൂടി നമ്മൾ കമ്പയർ ചെയ്താൽ ആ ഒരു ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾ ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്, വെരി വെരി സ്മോൾ ആണ്. അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട്
പറ്റും എന്നാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറിയുടെ മറ്റൊരു പോസ്റ്റുലേറ്റ് പറയുന്നത്. നെക്സ്റ്റ്, ഗ്യാസ് മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാൻഡം മോഷൻ. റാൻഡം എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്സാഗ് ആണ്. കാരണം അവർ ഫ്രീ ടു മൂവ് ആയതുകൊണ്ട് അവർക്ക് ഒരു ഓർഡർ ഇല്ല, ഒരു റാൻഡം ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. ഡ്യൂറിങ് ദെയർ മോഷൻ they collide with each other and also with the walls of the container. അങ്ങനെ അവർ സിഗ്സാഗ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അവർ തമ്മിൽ പരസ്പരം കൊളൈഡ് ചെയ്യാനും ഉള്ള സാധ്യതയുണ്ട്. അതേപോലെ ആ കണ്ടെയ്നറിന്റെ വാൾസുമായിട്ടും കൊളീഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ട്. ദിസ് ലീഡ്സ് ടു ദി ഗേഷ്യസ് പ്രഷർ. അത്തരത്തിൽ കൊളീഷൻ നടക്കുന്നത് കൊണ്ട് അല്ലെ ബോംബാർഡ്മെന്റ് നടക്കുന്നത് കൊണ്ടാണ് ആ ഗ്യാസിന് എന്ത് കിട്ടുന്നത്? പ്രഷർ കിട്ടുന്നതെന്ന് മറ്റൊരു പോസ്റ്റുലേറ്റ്. ദെൻ there is no intermolecular attractive forces between the gas molecules. അതായത് ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇടയിൽ പ്രത്യേകിച്ച് ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സോ അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സോ ഇല്ല എന്നാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി പറയുന്നത്. Then the molecular collisions are perfectly elastic. That is, the total momentum or total energy before collision is equal to the total momentum after collision. അതായത് ഈ ഗ്യാസ് മോളിക്യൂൾസിന്റെ കൊളീഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കൊളീഷൻ നടക്കുന്നതിന് മുമ്പുള്ള ഇവരുടെ ടോട്ടൽ എനർജി കണ്ടാലും കൊളീഷന് ശേഷമുള്ള ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്താലും സെയിം ആയിരിക്കുമെന്നാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി പറയുന്നത്. Then at a particular time the different particles of gases have different speed and hence they are having different kinetic energy. എല്ലാ മോളിക്യൂൾസും ഒരേ സ്പീഡിൽ അല്ലെങ്കിൽ ഒരേ എനർജിയിൽ അല്ല മൂവ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഡിഫറെൻറ്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയും എന്താണ് അവർക്ക് ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജി ആയിരിക്കുമെന്നാണ് പറയുന്നത്. ദെൻ ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പം ഓരോ മോളിക്യൂളിനും ഓരോ കൈനറ്റിക് എനർജിയാണ് അതിൻ്റെ ഒരു ടോട്ടൽ ഒരു ആവറേജ് കൈനറ്റിക് എനർജി എടുത്താൽ അതിൻ്റെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുമെന്നാണ് കൈനറ്റിക് തിയറിയുടെ മറ്റൊരു പോസ്റ്റുലേറ്റ്. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു 3-4 പോസ്റ്റുലേറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനുശേഷം ഈ പോസ്റ്റുലേറ്റ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ ഉള്ളത് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ പഠിക്കാനുണ്ട്. ക്ലിയർ ആയല്ലോ? സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? യെസ്, ദ വെരി ഇമ്പോർട്ടൻറ്റ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ ഗ്യാസ് ലോസിൽ നിന്ന് അത്രയും ഡിറൈവ് ചെയ്തു അല്ലേ? എന്നിട്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടാതെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കണം. അതിനുശേഷം എന്താണ് ഡെൻസിറ്റി ആയിട്ടുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അനദർ ഇമ്പോർട്ടൻറ്റ് ലോ പറഞ്ഞു. അതിൻ്റെ പാർഷ്യൽ പ്രഷർ ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ എങ്ങനെയാണ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു അല്ലേ? അതിനുശേഷം നമ്മൾ കൈനറ്റിക് മോളിക്കുലാർ തിയറി ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആയല്ലോ? ഓക്കെ, താങ്ക് യു.